ഡോക്ടർ ഡോക്ടർ പൊതുവെ പറയാറുണ്ട്, ഡോക്ടർ പറയുന്ന കാരണം ഫുഡാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഡോക്ടർ എപ്പോഴും പറയാറുണ്ട്. ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഫുഡ് പാറ്റേൺ ചേഞ്ചസ് വരുത്താൻ തയ്യാറായാൽ അങ്ങനെയുള്ള രോഗികളെ പൂർണ്ണമായിട്ടും ഒരു രോഗത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാം എന്നുള്ള കോൺഫിഡൻസ് ഡോക്ടർ എപ്പോഴും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മെഡിസിൻസും ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും കൊണ്ടുവരാമെന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് ഡോക്ടർ പറയാറുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു, അതൊരു സൈഡ്. അപ്പോൾ ഡോക്ടർ ഈ ഫുഡിൻ്റെ കറക്ഷൻ്റെ കാര്യത്തിൽ വളരെ പല ചികിത്സാ രീതിയിലും പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഡോക്ടറുടെ വിശദമായിട്ട്? ഏറ്റവും കാതലായ പ്രശ്നം അത് തന്നെയാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ, നമുക്കൊരു വണ്ടിയിൽ പെട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കോസ്റ്റ്ലിയസ്റ്റ് കാർ വാങ്ങി അതിന് നമ്മൾ ഇത്ര ഒക്ടെയിൻ പെട്രോൾ ഒഴിക്കണം. 99.9 പെട്രോളാണ് അതിന് ഒഴിക്കേണ്ടത്. അതിനകത്ത് 99 കിട്ടിയില്ല, ഞാൻ കുറച്ച് മണ്ണെണ്ണയാണ് കിട്ടി, അതാ ഞാൻ ഒഴിച്ചു. ഫ്യൂവൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥ പ്രോബ്ലം അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കറക്റ്റ് ആയിരിക്കണം. ഏവിയേഷൻ ഫ്യൂവൽ നമുക്കറിയാം ഡിഫറൻ്റ് ആണ്. എന്ന് പറയുന്ന പോലെ രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും നമ്മൾ ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ ലൈഫിലെ ചികിത്സാ സക്സസിൻ്റെ 50% ഈ ഫുഡിൻ്റെ ബേസിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. കാരണം അത് കറക്റ്റ് ചെയ്താൽ തന്നെ 50% രോഗം മാറി. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ആസ്മ അലർജി രോഗങ്ങളിൽ കുട്ടികളിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഈ റിസൾട്ട് വരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് തിയറി എന്ന് ഞാൻ പറയുന്നത്, നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് വായിക്കൂടെ പോകുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് കുടിക്കുന്നതും ഒന്ന് കഴിക്കുന്നതും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് രോഗവും ഒന്ന് ഹെൽത്തും. നമുക്ക് ഹെൽത്ത് വേണോ കറക്റ്റ് ഇൻപുട്ട്, ഡിസീസ് വേണോ ഏത് ഇൻപുട്ട്. അതാണ് മനുഷ്യൻ 90% ആൾക്കാർ ചെയ്തുകൊണ്ട് 95% ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ കൈ കിട്ടുന്നതെല്ലാം നമ്മൾ വലിച്ചു വാരി തിന്നുകയാണ്. അതിനകത്ത് നമ്മളതിൻ്റെ ക്വാളിറ്റിയോ ഒരു അസസ്മെൻറ്റോ ക്വാണ്ടിറ്റിയെ പറ്റി ഒരു കൺട്രോളും ഇല്ല. നമ്മൾ കയറി ഇറങ്ങി 2 മണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ എല്ലാം മഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു TV കാണുമ്പോഴെല്ലാം നമ്മളിത് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസാണ് നമ്മൾ ചികിത്സയിൽ ഭക്ഷണത്തെ പറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സക്സസ് കിട്ടുന്നത്. അതില്ലാതെ എൻ്റെ നോട്ടത്തിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും ഫുഡ് കറക്റ്റ് ആയിരിക്കണം. പിന്നെയല്ലേ രോഗത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് എൻ്റെ അറിവിൽ ഹോമിയോപ്പതിയും യോഗോപ്പതിയിലാകട്ടെ ആയുർവേദത്തിലാകട്ടെ പിന്നെ അലോപ്പതിയിലാകട്ടെ ഒരു കാര്യമായ ഒരു ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഫെയിലറാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്നൊരു ആവറേജ് പേഷ്യൻ്റ് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ ഇതെല്ലാം കഴിഞ്ഞ് വരുന്നവർ. ഇൻട്രസ്റ്റിംഗ് ആണത്. ഞാൻ ചോദിക്കാറുണ്ട്. അവിടെയാണ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് മൈ കോൺട്രിബ്യൂഷൻ. ഓരോ രോഗത്തിനും അനുസരിച്ചുള്ള കറക്റ്റ് ആ സ്ലോട്ട് അവരുടെ ഫുഡ് കറക്റ്റ് ആയിരിക്കണം. മുമ്പേ ചോദ്യകർത്താവ് ചോദിച്ച പോലെ രോഗം ഇപ്പോൾ ഒരു ആസ്മ തന്നെ അതിന് ഒത്തിരി ഗ്രേഡുണ്ട്. ഒരു പ്രായം കൂടിയ ഒരാൾക്ക്, പുകവലിച്ച ഒരാൾക്ക് ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ഉണ്ട്. അതിന് COPD എന്നോ അല്ലെങ്കിൽ ലങ്സ് ഫൈബ്രോസിസ് ആയിട്ട് ലങ്സ് ചുരുങ്ങിയ കേസ്, അതിനൊക്കെ ഒരു പാർഷ്യൽ റിക്കവറി ചിലപ്പോൾ കിട്ടും. പക്ഷേ അവർക്ക് അവരുടെ ലൈഫുമായിട്ട് അതുമായിട്ട് തുടരാം. പക്ഷേ 100%ലേക്ക് അത് വരണമെങ്കിൽ ആ ബേസിക് കണ്ടീഷൻസ് നമ്മൾ ഫസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ അതെനിക്കറിയാം. അതിനെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ലൈഫുമായിട്ട് ചേർന്ന രൂപത്തിലേക്ക് പോകാൻ പറ്റും, ക്വാളിറ്റി ലൈഫ് ഒത്തിരി കൂടും. പക്ഷേ ലങ്ങിൻ്റെ വോളിയം ഇതിനകത്ത് 2 ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ഒരു ആസ്മ രോഗിയെ ക്യൂർ ചെയ്യുമ്പോൾ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് അവരുടെ വോളിയം കൂട്ടുക. ഇപ്പോൾ 30% അല്ലെങ്കിൽ 40% ഇതിലാണ് വരുന്നത്. 100 നോർമൽ എന്ന് പറയുന്നത്. അവരെ നമ്മൾ 100ലേക്ക് കൊണ്ടുവരാൻ നോക്കുക. 2 ഇത് ഈ ബ്രോങ്കൈറ്റിസിലും ആസ്മയിലും എല്ലാം മൂക്ക് മുതൽ ശ്വാസകോശ കൊള്ളുകൾക്കകത്ത് ശ്വാസകോശ ഒരു ട്യൂബ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ലാസ്റ്റ് ചെറിയ ട്യൂബ് ഒരു ആൽവിയോളയിൽ എൻട്രി ചെയ്യുമ്പോഴാണ് അവിടെയാണ് എയർ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ ട്യൂബുകൾക്ക് അതിലെ ചെറിയ വ്രണങ്ങളാണ്. അതിനെ നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇത്രയും ഡെപ്തൽ തിയറി ആരും പറഞ്ഞു കൊടുക്കുക. ഈ ഇൻഫെക്ഷൻ ആകുന്നതിനാണ് നമ്മൾ ഈ ഉള്ള ആൻറ്റിബയോട്ടിക് എല്ലാം കൂടെ കൊടുക്കുന്നത്. ആ ഇൻഫെക്ഷൻ ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ ഫുഡിൽ നിന്ന് പോകുന്ന കഫമാണ്. ഇന്നും ഒരു മെഡിക്കൽ ബുക്കിൽ ഇതിനെപ്പറ്റി ഒരു മെൻഷനും ഇല്ല, ഇൻക്ലൂഡിങ് പൾമനോളജിസ്റ്റിൻ്റെ ബുക്കിൽ പോലും. പിന്നെ എവിടെയാണ് ഈ രോഗം മാറ്റാൻ സാധിക്കുക? അതുപോലെ തന്നെ കുടൽ സംബന്ധമായ രോഗങ്ങൾ, അതിനകത്തും ഫുഡ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ എനിക്കൊരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ്.
കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗാസ്ട്രോഎൻട്രോളജി ഡോക്ടേഴ്സ്, ഞങ്ങളുടെ ഫിസിഷ്യൻസും ഒക്കെ ആയിട്ടുള്ളൊരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞാണ് കുടൽ സംബന്ധമായ രോഗങ്ങളും ഫുഡുമായിട്ട് ക്വാളിറ്റിയും കൊണ്ടിട്ടിട്ട് ഒരു ബന്ധമില്ലെന്ന്. അത് പറഞ്ഞു നിർത്തി അന്നേരം ഞാൻ ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് പോയി. ഇത്രയും വലിയൊരു ബ്ലണ്ടർ ആരും സംസാരിക്കരുത്. ഈ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റുകൾ പോലും തോറ്റ പല കേസുകളും എൻ്റെ അടുത്ത് ഇപ്പോൾ വരാറുണ്ട്. അവരെ ഫുഡ് റീഓർഗനൈസ് ചെയ്ത് അവർക്ക് കറക്റ്റ് മെഡിസിൻ വൈറ്റമിനും ഒക്കെ കൊടുക്കും. ഇവരെല്ലാവരും നോർമലിലേക്ക് തിരിച്ചു വരികയാണ്. ഏറ്റവും ഫൾമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കുടൽ സംബന്ധമായ രോഗമാണ് കൊളൈറ്റീസ് എന്ന് പറയും. ഫൾമിനേറ്റിംഗ് കൊളൈറ്റീസ്. അതിനകത്ത് ബ്ലഡ് വരെ കുടലിൽ കൂടെ സ്ഥിരം പോകുന്ന രോഗം. അതുവരെ എനിക്ക് ധാരാളം കേസുകൾ, കുടൽ മുറിച്ച് കളയണമെന്ന് പറഞ്ഞ കേസുകൾ പോലും പല കേസുകളും മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ബേസിക്സിലേക്ക് കൊണ്ടുവരിക. ബേസിക്കിലേക്ക് കൊണ്ടുവന്ന് ഡയറ്റ് റീഓർഗനൈസ് ചെയ്ത് പിന്നെ ചില വാട്ടർ ട്രീറ്റ്മെൻറ്റുകളും വൈറ്റാന്യൂട്രിയൻ്റൊക്കെ കൊടുത്തു കഴിയുമ്പം അത്യാവശ്യം ചില ഹോമിയോ മെഡിസിൻസൊക്കെ കൊടുത്തു കഴിയുമ്പം ഇവരെല്ലാം ഓൾമോസ്റ്റ് നോർമലിലേക്ക് വരും. പല കേസുകളുടെയും എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഭക്ഷണരീതി നിയന്ത്രിക്കാതെ ഒരു വ്യക്തിക്കും ആരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടാനും സാധിക്കില്ല. ഒരു രോഗാവസ്ഥയിൽ നിന്ന് ഏറ്റവും കാതലായ പോയിൻ്റാണ്.